ജിൻഡോ 2018 തൃശൂർ സമ്മേളനത്തിൽ കൊടിയേരി ആഹ്വാനം ചെയ്യുന്നുണ്ട്. അണികളോട് അത് തുടർഭരണമെന്നതായിരുന്നു ആഹ്വാനം. അത് സാധ്യമാക്കി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഇനി കേവല മാസങ്ങൾ ബാക്കിയിരിക്കെ 2025 സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ എം.വി. ഗോവിന്ദൻ പറഞ്ഞു മൂന്നാം ഊഴം ഉറപ്പാണ്. ഇന്നിപ്പോൾ സംസ്ഥാന സമ്മേളനത്തിൽ ആദ്യ ദിവസം വൈകുന്നേരം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവർത്തിക്കുന്നു എം.വി. ഗോവിന്ദൻ മൂന്നാം ഊഴം ഉറപ്പാണ്. പിണറായി ഇന്ന് അവതരിപ്പിച്ച നയരേഖ പിണറായി മൂന്നാമത് വരുന്ന സർക്കാർ ചെയ്യേണ്ട ഒരു പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോയുമാണ്. CPM മൂന്നാം ഊഴത്തിൽ അങ്ങേയറ്റം കോൺഫിഡൻ്റ് ആണ്. ജിൻഡോ, അല്ല ഹാഷ്മി, അവരെത്രത്തോളം കോൺഫിഡൻ്റ് ആണ് എന്ന് പറയുമ്പോൾ അത്രത്തോളം അവർ സാധാരണ ജനങ്ങളിൽ നിന്ന് അകന്നു. സാധാരണ മനുഷ്യരുടെ, കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ യഥാർത്ഥ ജനവികാരം മനസ്സിലാക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. കാരണം ഇവർ മൂന്നാമതൊരു സർക്കാർ വന്നാൽ എന്ത് നടപടി നടപ്പാക്കും എന്നാണല്ലോ അവരുടെ നയരേഖയിൽ അവതരിപ്പിക്കുന്നത്. അതിനു മുമ്പ് രണ്ടാമത് വന്ന സർക്കാർ നടപ്പാക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ആദ്യം നടപ്പാക്കി കാണിക്കണം. LDF വരുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ കാലത്താണ് കേരളത്തിലെ കലാലയങ്ങളിൽ നരാധമ കൂട്ടങ്ങൾ കുട്ടികളെ റാഗിങ് ചെയ്യുകയും തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ പൊതുസമൂഹത്തിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല മനസ്സമാധാനത്തോടെ. മരുന്നടിച്ചവനും മരുന്നടിക്കാത്തവനും ഒക്കെ ആളുകളെ തല്ലിക്കൊല്ലുകയാണ്. ഇവിടെ പണിയെടുക്കുന്നവന് കൂലിയില്ല, കൂലി ചോദിക്കുന്നവനെ മന്ത്രിമാരടക്കം ആക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഞാനൊരു കാര്യം പറയാം, ഇവരുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ഇവരുടെ പാർട്ടിയുടെ മാത്രം ആഭ്യന്തര കാര്യമാണ്. അതിനപ്പുറത്ത് കേരളത്തിലെ പൊതുസമൂഹത്തിന് എന്ത് ഗുണമുണ്ട് ഇവരുടെ സംസ്ഥാന സമ്മേളനം കൊണ്ട്? ഇവരുടെ നേതാക്കന്മാർ BGM ഇട്ട് നടന്നാൽ ആളുകളുടെ വിശപ്പ് മാറില്ല. ഇവരുടെ കാരണഭൂതൻ തിരുവാതിര നടത്തിയാൽ ആളുകൾക്ക്, ആശാവർക്കർമാർക്ക് കൂലി കിട്ടില്ല. അതിനപ്പുറത്ത് ഇവർ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയാൽ സാധാരണ മനുഷ്യരെ അഡ്രസ്സ് ചെയ്യുന്ന ഏത് വിഷയങ്ങളെ ഇവർ അഡ്രസ്സ് ചെയ്യുന്നത്? ഇപ്പം നരേന്ദ്രമോദി ഫാസിസ്റ്റ് അല്ലെന്ന് ഇവർ പറയുന്നു. അത് അങ്ങനെ പറയാനേ പറ്റുള്ളൂ. കാരണം നരേന്ദ്രമോദി ഫാസിസ്റ്റ് ആണെന്ന് CPMന്റെ നയരേഖയിൽ പറഞ്ഞാൽ പിന്നെ പിണറായി വിജയൻ ഫാസിസ്റ്റ് ആണെന്ന് സമ്മതിക്കേണ്ടി വരും. നരേന്ദ്രമോദി ചെയ്യുന്ന എല്ലാ പരിപാടിയും കൃത്യമായിട്ട് അതിൻ്റെ കേരള വേർഷനായിട്ട് പിണറായി വിജയൻ മാറുന്നു. അപ്പം നയപരമായിട്ട് തന്നെ ഇവർക്ക് അത്തരത്തിൽ നിലപാടെടുക്കാനേ പറ്റുള്ളൂ. അല്ല, ഇവിടെ ഈ നയരേഖ മൊത്തം നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ല. കിട്ടിയാൽ കഴിഞ്ഞാൽ മാത്രമേ അത് മൊത്തത്തിൽ വായിച്ചു നോക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ അതിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമുക്കറിവുള്ളൂ. പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറയുകയാണ്, ഇത് 6 ഭാഗങ്ങളായിട്ടുണ്ട്. 6 ഭാഗങ്ങളിൽ മതേതര വികസിത കേരളത്തിനൊരു ബദൽ സൃഷ്ടിക്ക് വേണ്ടിയുള്ള താങ്കൾ ഈ പറഞ്ഞ ആശാവർക്കർമാർ അടക്കമുള്ള അടിസ്ഥാന വർഗത്തെ ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ക്ഷേമകാര്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് അതേസമയം തന്നെ ഈ ഘട്ടത്തിൽ നിൽക്കുന്ന മിഡിൽ ക്ലാസ്സും അപ്പർ മിഡിൽ ക്ലാസ്സുമായ ആൾക്കാരെ ഈ വ്യവസായത്തിന്റെ വരവിലൂടെയും മൂലധന നിക്ഷേപത്തിലൂടെയൊക്കെ ആകർഷിച്ച് എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒരു പുതിയ കേരളം എന്നതാണ് CPMന്റെ സ്വപ്നം. ജിൻഡോ, അല്ല, M.V. ഗോവിന്ദൻ പറഞ്ഞത് എന്താ? 6 ഭാഗങ്ങളുണ്ടെന്നല്ലേ? അപ്പോൾ നമുക്ക് 6ആം ഭാഗം വരെ കാത്തിരിക്കാമെന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം 1-ാം ഭാഗത്തിൽ പറയുന്നതായിരിക്കില്ല M.V. ഗോവിന്ദൻ എന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി 6ആം ഭാഗത്തിൽ പറയുന്നത്. തീർച്ചയായിട്ടും AI വിഷയത്തിലായാലും മദ്യപാനത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലായാലും M.V. ഗോവിന്ദൻ എന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി കേരളത്തിലെ CPMന്റെ ചരിത്രത്തിൽ ഇത്രത്തോളം തമാശവൽക്കരിക്കപ്പെട്ട ഒരു സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു നിലപാട് തറയിൽ ഒരു ഉറപ്പില്ല. അപ്പോൾ അദ്ദേഹം 6ആം ഘട്ടവും കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യുന്നതായിരിക്കും കുറെ കൂടി നല്ലതെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തത്, ഇവർ വികസന നയരേഖ എന്ന് പറഞ്ഞ് ഇവിടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞു. അതൊരു ഒന്നാന്തരം തട്ടിപ്പാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ കേരളത്തിലെ നിയമസഭയെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് മന്ത്രിമാരടക്കം മറുപടി പറയുന്നത്. അപ്പോൾ യാതൊരു രീതിയിലും ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ നരേന്ദ്രമോദിയെയും നരേന്ദ്രമോദി സർക്കാരിനെയും എതിർക്കുന്നത്, അതേ കാര്യങ്ങൾ തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക, വ്യാജം പറയുക, വ്യാജം പറഞ്ഞ് പ്രചരിപ്പിക്കുക, മന്ത്രിമാരടക്കം കള്ളം പറയുക, മുഖ്യമന്ത്രി അടക്കം ആ കള്ളത്തെ എൻഡോഴ്സ് ചെയ്ത് സംസാരിക്കുക. നാട്ടിലെ ആളുകളൊക്കെ സുഭിക്ഷമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു എന്നാണ് കുറേ കാലം മുമ്പ് M.V. ഗോവിന്ദൻ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഹാപ്പിനെസ് ഇൻഡെക്സിൽ കേരളം 1-ാമതാണെന്ന്. ഇപ്പോൾ അങ്ങനെയാണോ ഹാഷ്മി? കഴിഞ്ഞ 1.5 മാസത്തെ അല്ലെങ്കിൽ 1 മാസത്തെ കാലം തന്നെ എടുക്കൂ. ഹാപ്പിനെസ് ഇൻഡെക്സിൽ കേരളത്തിൽ ആരാണുള്ളത്? നമ്മളൊന്ന് ഉറക്കെ ചോദിച്ചാൽ, രഹസ്യമായിട്ടെങ്കിലും CPMന്റെ സംസ്ഥാന കമ്മിറ്റി മീറ്റിംഗിൽ പങ്കെടുക്കുന്നവർ പോലും ഹാപ്പിനെസ് ഇൻഡെക്സിൽ വലിയ ഉന്നതിയിലാണ് നിൽക്കുന്നത്. MN സ്മാരകത്തിലല്ലേ കുറച്ച് നാൾ മുമ്പ് LDFന്റെ യോഗം നടന്നത്, അവരുടെ ഉദ്ഘാടനം, പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നത്. അവിടെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഒക്കെ പറഞ്ഞത് എന്താ? ഞങ്ങൾ ഇന്ന് ബ്രൂവറി വിഷയത്തിൽ ഒരു തീരുമാനമാക്കും, സ്വകാര്യ സർവകലാശാല വിഷയത്തിൽ ഒരു തീരുമാനമാക്കും എന്നൊക്കെയാണ്. അവസാനം ചർച്ച കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ? MN സ്മാരകവും പിണറായി വിജയൻ ഹൈജാക്ക് ചെയ്തു. AKG സെന്റർ പണ്ടേ ഹൈജാക്ക് ചെയ്തു. MN സ്മാരകവും CPIയെ കൂടി പിണറായി വിജയൻ ഹൈജാക്ക് ചെയ്താണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു ഏകാധിപതിക്ക് എങ്ങനെയൊക്കെ ആകാൻ പറ്റുമോ അതിന്റെ എക്സ്ട്രീം വേർഷനാണ് പിണറായി വിജയൻ. ഇപ്പോൾ പിണറായി വിജയനെ മുൻനിർത്തിക്കൊണ്ടാണ് ചർച്ച നടക്കുന്നത്. പിണറായി വിജയനെ മുൻനിർത്തിക്കൊണ്ടാണ് ഇവരുടെ പ്രമേയം നടക്കുന്നത്. പാർട്ടി സെക്രട്ടറിയെ നോക്കുകുത്തിയായിട്ട്, പാർട്ടി സംവിധാനത്തെ നോക്കുകുത്തിയായിട്ട്, മുൻകാലങ്ങളൊക്കെ CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഒരു സ്ട്രക്ചർ, ചട്ടക്കൂട്, അവരുടെ നയം, അവരുടെ പരിപാടികൾ, അവരുടെ ചർച്ചകളൊക്കെ കേരളത്തിലെ ആളുകൾ സാഗൂതം കാണുമായിരുന്നു. ഇന്ന് അങ്ങനെയില്ല. പിണറായി വിജയനെ വാഴ്ത്തിപ്പാടാനും പിണറായി വിജയനെ പുകഴ്ത്തിപ്പാടാനും അല്ലാതെ ഒന്നും അതിനകത്ത് നടക്കില്ല എന്നുള്ള